പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് കടന്നു പോകുന്നതിൻ്റെ വില. അതായത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനത്തിൽ നിന്ന് നമുക്കുള്ള പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. യേശു ക്രിസ്തു ഇവിടെ തിരക്കിനിടയിൽപ്പെട്ടിരിക്കുന്നു. ജനക്കൂട്ടം തിക്കിത്തിരക്കുന്നത് കണ്ടപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു പദമാണ്, നമുക്ക് തടാകത്തിൻ്റെ മറുവശത്തേക്ക് പോകാം. വാസ്തവത്തിൽ ഇതൊരു കൽപ്പനയാണ്. ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് നിന്നെ അനുഗമിക്കണം, നീ എവിടെ പോയാലും. പക്ഷെ അവന് വളരെ ഉത്സാഹമുണ്ടെങ്കിലും അവൻ യേശു ക്രിസ്തു ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല. യേശു പറഞ്ഞൊരു മറുപടി ഇതാണ്, കുറുക്കന്മാർക്ക് മാളങ്ങളുണ്ട്, പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്ന മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഇത് വാസ്തവത്തിൽ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, പദവികൾ, സുരക്ഷിതത്വം ഉപേക്ഷിക്കാൻ തയ്യാറാണോ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉത്തരിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുക എന്നാൽ അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കുക എന്നല്ല. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തെ നിർവചിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. വേറൊരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, കർത്താവേ, ആദ്യം ഞാൻ പോയി എൻ്റെ പിതാവിനെ ഒന്ന് സംസ്കരിക്കട്ടെ, എന്നെ അനുഗമിക്കുക, മരിച്ചവർ അവരുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. വാസ്തവത്തിൽ ഈ മനുഷ്യൻ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരല്പസമയം ചോദിക്കുകയാണ്. തൻ്റെ സമയത്തിന് ശേഷം, തൻ്റെ പദ്ധതികൾക്ക് ശേഷം ഞാൻ വന്ന് നിന്നെ അനുഗമിക്കാമെന്ന് പറയുമ്പോഴാണ് യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. അതായത് ആത്മീയമായി മരിച്ചവർക്ക് ഈ ലോകത്തിൻ്റെ കടമകൾ നിർവഹിക്കാൻ കഴിയും. എന്നാൽ ആത്മീയമായി ജീവിക്കുന്നവർക്ക് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വിളിക്ക് അനുസരണമുള്ളവനായി മാറാൻ കഴിയും. ദൈവരാജ്യം ചലനത്തിലാണ്. ദൈവത്തോടൊപ്പം നീങ്ങാൻ തയ്യാറുള്ളവരെ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയുള്ളൂ. ഇന്ന് രാത്രി തിരിച്ചറിയൂ പ്രിയമുള്ളവരെ, കടന്നു പോകാനുള്ള സമയമായി എന്ന് പറയുമ്പോൾ ഭയത്തെ മറികടക്കുക എന്നുള്ളതാണ്. ആശ്വാസത്തെ മറികടക്കുക. നിശ്ചലമാക്കിയ ഒഴിവുകളെ നമ്മളിലുള്ളതല്ല മറികടക്കുക. അതായത് പഴയ വ്യക്തിത്വങ്ങളെ, പഴയ പാപങ്ങളെ, പഴയ പരിമിതികളെ, ഇവയെല്ലാം മറികടക്കുക എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ ശിഷ്യന്മാരായി മാറാനുള്ള ഒരു സമർപ്പണം ഇവിടെ ആവശ്യമാണ്. ഒരിക്കലും കഴിവുകൾ പറഞ്ഞല്ല, വൈകി വരുന്ന ഒരവസ്ഥയല്ല, കീഴടങ്ങലോട് പരിചിതമായതിൽ പറ്റിപ്പിടിച്ചതല്ല, നിത്യയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ഞാനിതാ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. അവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഗോഡ് ബ്ലെസ് യു.